എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും പലതവണ റീവിസിറ്റ് ചെയ്തതുമായിട്ടുള്ള മലയാളത്തിലെ ഒരു അണ്ടർറേറ്റഡ് ത്രില്ലറിനെ പറ്റി സംസാരിക്കാമെന്ന് വെച്ചിരുന്നു. ഡാഫ്നെ ഡി മൊറിയെ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരിയുടെ ചെറുകഥയെ ആസ്പദമാക്കി മലയാളത്തിന്റെ സ്വന്തം MD വാസുദേവൻ നായർ എഴുതി പവിത്രൻ സംവിധാനം ചെയ്ത് 1989 റിലീസായ സിനിമയാണ് ഉത്തരം. മാത്യൂസിന്റെ ഭാര്യയാണ് എഴുത്തുകാരിയായ സെലീന ജോസഫ് എന്ന ലീനാമ്മ. ഒരു ദിവസം ലീനാമ്മ ആത്മഹത്യ ചെയ്യുന്നു. പ്രത്യക്ഷത്തിൽ സെലീനയുടെ ആത്മഹത്യക്ക് കാരണങ്ങളൊന്നും കാണുന്നില്ല. ഇവിടേക്ക് മാത്യൂസിന്റെ ആത്മസുഹൃത്തും പത്രപ്രവർത്തകനുമായ ബാലു എത്തുന്നു. തുടർന്ന് സത്യം കണ്ടെത്താനായി ബാലു നടത്തുന്ന ശ്രമങ്ങളാണ് ഉത്തരം പറയുന്നത്. മാത്യൂസായി സുകുമാരനും സെലീനയായി സുവർണയും ബാലുവായി മമ്മൂട്ടിയും ചിത്രത്തിൽ വേഷമിടുന്നു. ഒരു ടിപ്പിക്കൽ ത്രില്ലർ സിനിമയുടെ ശൈലിയല്ല ഉത്തരം പിന്തുടരുന്നത്. പകരം പതിയെ ആകാംക്ഷയുടെ മുൾമുനയിലേക്ക് പ്രേക്ഷകരെ കൊണ്ടിരുത്തുന്ന സ്ലോ ബേൺ ത്രില്ലർ ശൈലിയിലാണ് ഉത്തരം ഒരുക്കിയിട്ടുള്ളത്. ഒരു വെറും ത്രില്ലർ സിനിമ എന്നതിനപ്പുറത്ത് പലതരം ബന്ധങ്ങളുടെ കൂടി കഥയാണ് ഉത്തരം. ബാലുവും മാത്യൂസും തമ്മിൽ, മാത്യൂസും സെലീനയും തമ്മിൽ, സെലീനയും ശ്യാമളയും തമ്മിൽ, ബാലുവും ശ്യാമളയും, ബാലുവും സെലീനയും, അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങളുടെ കൂടി കൊളാഷ് ആകുന്നുണ്ട് ഉത്തരം. അതാണ് എനിക്ക് പറയാറുള്ളത്. എനിക്കറിയില്ല. ഒരു 100 വട്ടം, 1000 വട്ടം ഞാനിത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പല കഥാപാത്രങ്ങളുടെയും വ്യത്യസ്തമായ വിവരണങ്ങളിലൂടെയാണ് സെലീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവൾ പല സ്റ്റീരിയോടൈപ്പ് സ്ത്രീ കഥാപാത്രങ്ങൾക്കും അപ്പുറമാണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടി വരുന്നു. MDയുടെ തിരക്കഥയുടെ ശക്തി ഒട്ടും ചോർന്നു പോകാതെ തന്നെ പവിത്രൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് രവിയാണ്, രാമചന്ദ്ര ബാബുവിൻ്റെതാണ് ക്യാമറ. ജോൺസൺ മാസ്റ്റർ BGMനെ പറ്റി പരാമർശിക്കാതെ പോകാൻ കഴിയില്ല ഈ സിനിമയെ പറ്റി പറയുമ്പോൾ. അത്ര ഭംഗിയായിട്ടാണ് ഓരോ സീനിനു വേണ്ടിയും അദ്ദേഹം BGM ഒരുക്കിയിരിക്കുന്നത്. ഈ സിനിമയുടെ ടൈറ്റിലിന് വേണ്ടി അദ്ദേഹം വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള BGM ഒരുക്കിയിട്ടുണ്ട്. കാലം ഇത്ര കഴിഞ്ഞിട്ടും പല തവണ കണ്ടിട്ടും ഈ സിനിമ ഇന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്.